ചെന്നിത്തലയും ചെട്ടുകുളങ്ങര രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നൊരു പാലമാണ്. വാസ്തവത്തിൽ ആ പാലം പണി തുടങ്ങിയ സമയത്ത് തന്നെ വലിയ പരാതികളുണ്ടായിരുന്നു. ഇതൊരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാണ് ഈ കരാർ കൊടുത്തതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. വളരെ ഗുരുതരമായ അഴിമതി ഈ കാര്യത്തിലുണ്ട്. കേരളത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുപോലെ അഴിമതി നടന്നൊരു കാലം ഉണ്ടാവില്ല. അപ്പോൾ ചെന്നിത്തലയും ചെട്ടുകുളങ്ങരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൻ്റെ സ്പാൻ വീണാണ് എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട തൃക്കുന്നപ്പടിയിൽപ്പെട്ട ഒരാളും മാവേലിക്കരയിലുള്ള മറ്റൊരാളും മരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഇതുപോലെ അഴിമതി നടന്ന ഒരു നിർമ്മാണം നമുക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് ഇവർ ചെയ്തതെന്താണ്? അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇവർ ചെയ്തത് ഇതിൻ്റെ അന്വേഷണം പൊതുമരാമത്ത് വിജിലൻസിനെ ഏൽപ്പിക്കുകയാണ്. കള്ളനെ കാവലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണിത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് വലിയ തോതിലുള്ള ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഗവൺമെൻറ് വിടേണ്ടതാണ്. ഒരു പാലത്തിന് ജനങ്ങളുടെ ആഗ്രഹമായിരുന്ന ഒരു പാലം, ആ പാലം നടത്തുന്നു. ആ നിർമ്മാണത്തിനിടയിൽ ഒരു സ്പാൻ താഴെ വീണ് രണ്ടുപേരും മരിക്കുന്നു. ഈ മരിച്ച കുടുംബത്തിന് ഇതുവരെ സഹായം കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അവർക്ക് മറ്റ് ഒരു ആനുകൂല്യം കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. എൻ്റെ നാട് കൂടിയാണിത്. ഒരിക്കലും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ വൻ അഴിമതിയാണ്. ഇനി കാലാവധി കഴിയാൻ പോകുന്നതോടുകൂടി ഏതാണ്ട് കടുംവെട്ട് നടക്കുന്ന ഒരു കാലമാണിപ്പം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയോട് പറയാനുള്ളത്, ഇത് വിജിലൻസിന് വിടണം. ഇത് സമഗ്രമായി അന്വേഷിക്കട്ടെ. അല്ലാണ്ട് PWD വിജിലൻസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. അടിയന്തരമായ വിജിലൻസ് അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇല്ല, പുനഃസംഘടന ചർച്ച അവസാനിച്ചില്ല. KPC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ MP-മാരെ കണ്ടു, ഇനി മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് ഇനി അത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് വീണ്ടും ഒന്നുകൂടെ ചിലപ്പോൾ വരേണ്ടി വന്നേക്കാം. പൂർത്തിയാക്കി അത് പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. മുതിർന്ന നേതാവെന്ന നിലയിൽ മുന്നോട്ട് വെച്ചൊരു സജഷൻ എന്താണ്? ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അങ്ങ് മുന്നോട്ട് വെച്ചൊരു സജഷൻ എന്താണ്? ഒരു പൊതു നിർദ്ദേശം എന്ന രീതിയിൽ അതെനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. പുതിയ ആളാണ്, അതാ പുള്ളി ചോദിച്ച്. അതല്ല, ഒരിക്കലുമല്ല. അതിൻ്റെ ഒരു പ്രോസസ്സാണ്. എല്ലാ MP-മാർ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ MP-മാർ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് കാണുക, സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുക. അത്രയും പെട്ടെന്ന് ഇതെല്ലാം ഉണ്ടാകും. നമുക്ക് പിന്നെ കോൺഗ്രസ് ഒരു ചെറിയ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് പൂർത്തിയാക്കി ചെയ്യും. ഈ പാലാരിവട്ടം പാലം തകർന്നപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ അന്വേഷണം. ആ സംവിധാനം ഒരു പാലം തകർന്നിരിക്കുന്നു. ഇപ്പോൾ അല്ല, ഒരു പാലം തകർന്നെന്ന് മാത്രമല്ല, 2 പാവങ്ങൾ മരിച്ചില്ലേ? ആ മരിച്ചവരെ പറ്റി ഗവൺമെൻറ് ഒരു ചിന്തയുമില്ല. ഇതുവരെ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പാലാരിവട്ടം പാലം തകർന്ന് ആരും മരിച്ചില്ല. മന്ത്രിയുടെ പേരിലാണ് കുറ്റം വന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ റിയാസിന് ഉത്തരം പറയണ്ടേ? ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേര് കേസെടുത്ത ഗവൺമെൻറ് എന്തുകൊണ്ടാണ് റിയാസിനെ പറ്റി മിണ്ടാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. PWD വിജിലൻസ് അല്ല അന്വേഷിക്കേണ്ടത്. ഈ മഹാരാഷ്ട്രയിലെ ഈ വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ഞാൻ പറഞ്ഞതാണ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? 4 പേർക്ക് കിട്ടുന്നു. മഹാരാഷ്ട്രയിൽ ഗുരുതരമായ ക്രമക്കേടാണ് ഉണ്ടായത്. വോട്ടർപട്ടികയിൽ വ്യാപകമായ ക്രമക്കേട്. ഒരു വീട്ടിൽ തന്നെ 700 പേരെ വരെ വോട്ടർമാരായി ചേർത്തിട്ടുണ്ട്. ഞാനിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തെളിവുകൾ സഹിതം ഇത് പുറത്ത് പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടും മഹാരാഷ്ട്രയിൽ ഒരാഘോഷവും ഉണ്ടായില്ല. കാരണം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിജയമല്ല ഇത് ഞങ്ങളുടെ വിജയത്തെ ഇവർ അപഹരിച്ചതാണ്, മോഷ്ടിച്ചതാണ്. അതാണ് ശ്രീ രാഹുൽ ഗാന്ധി അന്ന് മുതൽ പറഞ്ഞത്. കാരണം ഞങ്ങൾ എല്ലാ തെളിവുകളും അദ്ദേഹത്തിൻ്റെ കൊടുത്തതാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളാണ് വെളിയിലുള്ള ആളുകളെ ചേർത്തിട്ടുള്ളത്. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരായിട്ട് ഈ ആരോപണമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം എവിടേക്കാണ് പോകുന്നത്? വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കുക, വോട്ടർ പട്ടികയിൽ ആവശ്യമില്ലാത്തവരെ ചേർക്കുക. ഇപ്പോൾ തന്നെ ചിദംബരം തന്നെ തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലത്തെ നീ കേരളത്തിൽ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതും ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ BJP ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്ന് നടത്തുന്ന ഈ കള്ളക്കളി അവസാനിപ്പിക്കേണ്ടതാണ്.
അതിനെതിരായിട്ടുള്ള ജനവികാരം ഇന്ത്യയിൽ ഉയരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി